ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് 10ാം ക്ലാസ്സിന് ഒരു പുതിയ പാഠത്തിലേക്കാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചൊരു പദ്യമാണ്. ആ പദ്യം ഓർമ്മയുണ്ട്. ടൂട്ടാ പഹിയ എന്ന് പറയുന്ന പദ്യമാണ് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ആസ്വാദന ടിപ്പണി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളത് പഠിച്ച് നമ്മൾ നടത്തിയ ടെസ്റ്റ് പേപ്പറിൽ നിങ്ങളത് എഴുതി തരികയും ചെയ്തതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മിഹിർ പാണ്ഡെ എഴുതിയ അയാം കലാം കെ ബഹാന എന്നൊരു പുതിയ പാഠമാണ്. അപ്പോൾ ഇത് സിനിമയാണ്. അപ്പോൾ സിനിമ ലേഖനമാണ്. അപ്പോൾ സാധാരണ സ്കൂളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ കാണിച്ചു തരും. പക്ഷേ ഇത് 2 പാർട്ടായിട്ടാണ് ഈ പാഠഭാഗം നമുക്ക് വരുന്നത്. ഒന്ന്, ഈ മിഹിർ പാണ്ഡെയുടെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കലാം എന്ന് പറയുന്ന ആ വ്യക്തിത്വത്തെ തൻ്റെ പേരാക്കി മാറ്റി ജീവിതത്തിൽ ജീവിച്ച് കാണിച്ച ഒരു കൊച്ചു പയ്യനെ കുറിച്ചും കൂടെയാണ് രണ്ടാമത് പരാമർശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആ പയ്യൻ സ്വന്തം പേര് കലാമെന്ന് ഇടുകയും അവന് കലാമിനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ജീവിക്കുകയും ചെയ്യുന്ന ഒരു പയ്യനാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് മിഹിർ പാണ്ഡെ ആരാണെന്നൊന്ന് നോക്കാം. അപ്പോൾ അദ്ദേഹം ജനിച്ചത് 2 സിതംബർ 1985 1985 സെപ്റ്റംബർ മാസം 2-ാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത് ഉദയ്പൂരിൽ. നോക്കാം. आपका बचपन वनस्थली विद्यापीठ में बीता. आपने दिल्ली विश्वविद्यालय से MA MPhil PhD आदि की उपाधियां ली. आप लोकप्रिय सिनेमा के अध्येता हैं. आपने नवभारत टाइम्स, तहलका और कथादेश के लिए हिंदी सिनेमा पर कॉलम लिखे. कई पत्र पत्रिकाओं में आपके लेख और निबंध प्रकाशित हैं. आप सिनेमा पर आवारा हूं ബ്ലോഗ് का സഞ്ചാലൻ करते हैं. കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം आपका बचपन ബനസ്ഥലി വിദ്യാപീഠ് में बीता. ബനസ്ഥലി വിദ്യാപീഠിലാണ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം കഴിഞ്ഞുകൂടിയത്. ബീച്ചിന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോവുക. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം കഴിച്ചുകൂട്ടിയത് എവിടെയാണ്? ബനസ്ഥലി വിദ്യാപീഠിലാണ്. आपने दिल्ली विश्वविद्यालय से MA MPhil PhD आदि की उपाधियां ली. അദ്ദേഹം ദില്ലി വിശ്വവിദ്യാലയം എന്ന് പറഞ്ഞാൽ സർവകലാശാല, യൂണിവേഴ്സിറ്റി. അപ്പോൾ ദില്ലി വിശ്വവിദ്യാലയത്തിൽ നിന്നും അദ്ദേഹം MAയും MPhilലും PhDയും ഈ 3 ഡിഗ്രികളും ഉപാധി എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഉപാധികൾ നേടിയെടുത്തു. ആ ലോകപ്രിയ സിനിമക്ക അധ്യേത. അദ്ദേഹം ജനശ്രദ്ധ ആകർഷിക്കുന്ന സിനിമകൾ എടുക്കുന്നതിൽ വളരെയധികം ഫേമസ് ആയ ആളാണ്. ആപ്നെ നവഭാരത് ടൈംസ്, തെഹൽക്ക ഓർ കഥാദേശ്, ഇത് 3 ഓരോ ഈ സിനിമ മാസികകളാണ്. ഏതൊക്കെയാണ്? ഒന്ന് നവഭാരത ടൈംസ് പത്രമാണ്, പിന്നെ തെഹൽക്ക ഓർ കഥാദേശ് ഈ സിനിമ മാസികകൾ. ഇതിലെല്ലാം ഹിന്ദി സിനിമ പർ കോളം ലിഖെ, ഹിന്ദി സിനിമയെക്കുറിച്ച് കോളം എഴുതുന്ന ഒരു ജോലി കൂടെ അദ്ദേഹം ചെയ്തിരുന്നു. കൈ പത്രപത്രികാവുമെയും ആപ്കെ ലേഖ ഓർ നിബന്ധ പ്രകാശിത. ഒരുപാട് പത്രങ്ങളിലും ചെറിയ ചെറിയ വാരികകളിലും ഒക്കെ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ പ്രകാശനം ചെയ്തിട്ടുണ്ട്. आप सिनेमा पर आवारा हूम ബ്ലോഗ് का സഞ്ചാലൻ करते हैं. സിനിമയെക്കുറിച്ച് ആവാരാ ഹൂം എന്ന് പറയുന്ന ഒരു ബ്ലോഗ് അദ്ദേഹം സ്ഥിരം എഴുതിക്കൊണ്ടിരിക്കുന്നതാണ്. ആ ബ്ലോഗിൽ അദ്ദേഹം സിനിമകളെക്കുറിച്ചുള്ള പരാമർശങ്ങളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം സ്ഥിരം ഫീച്ചർ എഴുതുന്ന ഒരാൾ കൂടെയാണ് ആര്? ഈ മിഹിർ പാണ്ഡെ. അപ്പം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നൊരു സൗഹൃദത്തെക്കുറിച്ചാണ് നമുക്ക് തുടക്കത്തിലൂടെ പറയുന്നത്. നോക്കാം. അയാം കലാം കെ ബഹാനെ മിഹിർ. നോക്കാം. गांव के स्कूल में मेरा एक साथी था, मोरपाल. वही मोरपाल जिसने एक बार हमारे अंग्रेजी के मास्टर तिवारी जी को लुक का मतलब और सही हिज्जे पूछे जाने पर बताया था LOOK लुक. लुक यानी लुक लुक देखना. नाम का पहला अक्षर मिलने की वजह से क्लास की दरी पट्टी पर हमारी बैठने की जगहें भी साथ ही थी. वही मोरपाल जिसकी मेरे खाने के डिब्बे में राजमा देखते ही बांछें खिल जाती थी. हमारा सौदा था खेलखंडी में खाने की अदला बदली का. यानी मेरे टिफिन के राजमा चावल, उसके और उसके घर से आया बड़ा सा छाछ का डिब्बा मेरा. उसे पता था कि छाछ मेरी कमजोरी है, लेकिन मुझे मोरपाल से मिलने से पहले
कतई अंदाजा नहीं था कि मेरे लिए राजमा जैसी सामान्य सी चीज किसी के लिए इतनी खास हो सकती है। मोरपाल ने मेरे टिफिन बॉक्स में रखे राजमा को खाने से पहले कभी राजमा देखा भी नहीं था। वह हमारे स्कूल के 15 किलोमीटर दूर के किसी गांव से साइकिल चलाता रोज स्कूल आता था। मैं आज तक नहीं जान पाया कि कैसे वह उस छाछ के डिब्बे को रोज 15 किलोमीटर बिना शराबी चलकाए लिए आता था। ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. നമുക്ക് ആ പാരഗ്രാഫിലേക്ക് വരാം. നോക്കൂ. ഗാവ് കെ സ്കൂൾ में मेरा एक साथी था. അദ്ദേഹം പഠിച്ചത് ഒരു ഗ്രാമത്തിലായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ബനസ്ഥലി വിദ്യാപീഠം. അപ്പോൾ ആ ഗ്രാമത്തിലെ സ്കൂളിൽ ഗാവ് കെ സ്കൂൾ में मेरा एक साथी था. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്തിൻ്റെ പേര് അവിടെ പരാമർശിക്കുന്നുണ്ട്. എന്താണ്? മോർപാൽ. നമ്മുടെ എഴുത്തുകാരൻ്റെ പേര് മെഹർ, സുഹൃത്തിൻ്റെ പേരെന്താണ്? മോർപാൽ. गांव के स्कूल में मेरा एक साथी था मोरपाल. वही मोरपाल जिसने एक बार हमारे अंग्रेजी के मास्टर तिवारी जी को लुक का मतलब और सही हिज्जे पूछे जाने पर बताया था. LLOK लुक. लुक यानी लुक के देखना. अब ये मोरपाल ഒരു ദിവസം वही मोरपाल जिसने एक बार ഒരിക്കൽ हमारे अंग्रेजी के मास्टर तिवारी को നമ്മുടെ ഇംഗ്ലീഷ് അധ്യാപകനായ തിവാരിജിയുടെ അടുത്ത് അംഗ്രേസിക്ക് മാസ്റ്റർ അംഗ്രേസി അറിയാമല്ലോ ഇംഗ്ലീഷ് ഭാഷ ഇംഗ്ലീഷ് അധ്യാപകനായ ഭാഷാധ്യാപകനായ തിവാരിജിയുടെ അടുത്ത് ലുക്ക് കാ മത്ലബ് ലുക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. അതിൻ്റെ അർത്ഥം എന്താണ്? അവർ സഹി ഹിജ്ജെ അതിൻ്റെ ശരിയായ സ്പെല്ലിങ്ങും ചോദിച്ചു. പൂച്ചെ ജാനേപ്പം അത് ചോദിച്ചപ്പോൾ പൂച്ചിന അറിയാമല്ലോ പൂച്ചിന ചോദിച്ചപ്പോൾ ബദായ ഥ അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു എന്നാണ് അടുത്ത് പറയുന്നത്. ബദായ ഥ ബദാന പറയുക. LLOK ലുക്ക് എന്താണ്? LLOK ലുക്ക്. LLOK ലുക്ക്. ലുക്ക് യാനി ലുക്ക് കെ ദേഖന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ദേഖന എന്നും പറഞ്ഞു കൊടുത്തു. ഇത് ഒരു ഇൻസിഡൻ്റ് ആയിട്ട് വരുന്നതാണ്. കാരണം തൻ്റെ സുഹൃത്തിനെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ടൊരു ഇൻസിഡൻറ്റ്, അല്ലാതെ ഇത് പാഠഭാഗത്തിൽ അത്യാവശ്യമുള്ള കാര്യമല്ല. നാം കാ പെഹല അക്ഷർ മിൽനെ കി വജഹ് സെ ഇവർ രണ്ടുപേരുടെയും പേര് ശ്രദ്ധിക്കുക. ഒരാളുടെ പേര് മോർപാൽ എന്നാണ്, ഒരാളുടെ പേര് മെഹർ എന്നാണ്. അപ്പോൾ ഇവിടെ എഴുത്തുകാരൻ പറയാണ് നാം കാ പെഹല അക്ഷർ മിൽനെ കി വജഹ് സെ നമ്മുടെ രണ്ടുപേരുടെയും പേരിൻ്റെ ആദ്യ അക്ഷരം ഒന്ന് തന്നെ ആയതുകൊണ്ട്, എമ്മിൽ തുടങ്ങുന്നത് ആയതുകൊണ്ട്. കാരണം നമുക്കറിയാം നമ്മുടെ സ്കൂളിൽ നമ്മൾ ഹാജർ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ സ്കൂളിൽ സാധാരണഗതിയിൽ പിന്നെ ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും പേരുകൾ പരാമർശിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. ആദ്യത്തെ അക്ഷരം എ ആണെങ്കിൽ ആ എയിൽ നിന്ന് തുടങ്ങും. ആ എയിലുള്ള നെയിം അത്ര എഴുതിയതിന് ശേഷമായിരിക്കും ബിയിലുള്ള നെയിമുകൾ വരുന്നത്. അങ്ങനെ ഇവിടെ പറയുന്നത് നാം ക പെഹല അക്ഷർ മിൽനേക്ക് വജഹ് സെ. വജഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം, പേരിൻ്റെ ആദ്യ അക്ഷരം വന്നത് കാരണം. വജഹ് സെ ക്ലാസ് കി ദരി പട്ടി പർ ക്ലാസ്സിലെ ദരിപ്പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരവതാനി വിരിപ്പ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഇന്ന് നമ്മുടെ ഒരു ക്ലാസ് റൂം എടുത്തു കഴിഞ്ഞാൽ ബെഞ്ചും ഡെസ്കും ഒക്കെ ആയിരിക്കും. പക്ഷേ ഇത് വളരെ കാലങ്ങൾക്ക് മുമ്പുള്ള കാര്യമായതുകൊണ്ട് അന്ന് ഇതുപോലെ ബെഞ്ചും ഡെസ്കും ഒന്നുമില്ല. അതുകൊണ്ട് വിരിപ്പ് ഇട്ടിട്ട് പായ അങ്ങനെ എന്ത് വേണോ അതിന് അർത്ഥം കൊടുക്കാം. ശരിക്കും അർത്ഥം പരവതാനി എന്നാണ്, പക്ഷേ ഇവിടെ വിരിപ്പെന്നെടുക്കാം. അങ്ങനെ ആ ഒരു വിരിപ്പിലാണ് കുട്ടികൾ ഇരുന്നിരുന്നത്. അപ്പം അതുകൊണ്ട് പറയുകയാണ് പെഹല അക്ഷർ മിൽനേക്ക് വജഹ് സെ നമ്മുടെ രണ്ടുപേരുടെയും പേരിൻ്റെ ആദ്യ അക്ഷരം ഒന്നായത് കാരണം എന്തായി? ക്ലാസ് കി ദരി പട്ടിപ്പർ ഈ ക്ലാസ്സിൽ നമ്മൾ ഇരിക്കുന്ന ആ വിരിപ്പിൽ ഹമാരി ബൈറ്റിനേക്ക് ജഗഹായി നമ്മൾ ഇരിക്കുന്ന സ്ഥലവും ഏകദേശം എന്ത് തന്നെയായിരുന്നു? സാത്ത് ഹിന്ദി. നമ്മൾ അടുത്തടുത്താണ് ഇരുന്നിരുന്നത്. വഹി മോർപാൽ ജിസ്കി മേരെ ഖാനെ കെ ഡിബ്ബെ മേം രാജമാ ദേഖ്തേ ഹി ബാഞ്ചേങ്കിൽ ജാതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എഴുത്തുകാരൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഒരു ചെറിയൊരു സംഭവമാണ്. അത് വേറൊന്നുമല്ല, നോക്കാൻ എന്താണെന്ന്. വഹി മോർപാൽ ജിസ്കി മേരെ ഖാനേക്കെ ഡിബ്ബേമേം ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് കൊണ്ടുവരുന്ന ഖാനേക്കെ ഡിബ്ബ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എന്തെന്ന് പറയാം? ചോറ്റുപാത്രം എന്നാണ്. ഡിബ്ബ എന്ന് പറയുമ്പോൾ പാത്രമൊന്നും, പിന്നെ അല്ലാതെ ഡിബ്ബയ്ക്ക് വേറെ അർത്ഥമുണ്ട്. ഇപ്പോൾ നമ്മുടെ റെയിൽ ഗാഡിയൊക്കെ ഡിബ്ബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ അതിന് ഓരോ പദപ്രയോഗങ്ങൾക്കനുസരിച്ച്, അതായത് പദം മറ്റൊരു വാക്യത്തിൽ കയറി വരുമ്പോൾ അതിൻ്റെ അർത്ഥത്തിന് വ്യത്യാസം വരും.
ഇവിടെ ഖാനേക്ക് ഡിബ്ബ എന്ന് പറയുമ്പോൾ കമ്പാർട്ട്മെന്റ് ഒന്നും എടുക്കാൻ നോക്കില്ല. അതുകൊണ്ടാണ് ചോറ്റുപാത്രം എന്ന് പറഞ്ഞത്. ആ ഭക്ഷണപാത്രത്തിലേക്ക് അവൻ നോക്കുമ്പോൾ ജിസ്കെ മേരെ ഖാനേക്ക് ഡിബ്ബയും രാജമാ ദേഖ്തേ ഹി, രാജമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻപയർ എന്നാണ് അർത്ഥം. വൻപയർ, പയർ കറിയാണ് അവൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവൻ കൊണ്ടുവരുന്നത് ഈ ഭക്ഷണ പദാർത്ഥമായിട്ട് കറിയായിട്ട് കൊണ്ടുവരുന്നത് പയറിൻ്റെ കറിയാണ്. അത് വടക്കേ ഇന്ത്യൻസ് ഒരു പ്രത്യേക രീതിയിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കറി കാണുമ്പോൾ ബാഞ്ചേങ്കിൽ ജാത്തി തീ, അവന് ഭയങ്കര സന്തോഷമുണ്ടാകുമായിരുന്നു. കാരണം അവൻ കണ്ടിട്ടില്ലാത്തൊരു ഭക്ഷണം. കാരണം ഈ മോർപാലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോർപാൽ വളരെ ദരിദ്രനായ ഒരു കുട്ടിയായിരുന്നു. ദാരിദ്ര്യം നിറഞ്ഞ ഒരു വീട്ടിൽ നിന്നും കടന്നു വരുന്ന ഒരു കുട്ടിയാണ്. അവന് നല്ല നല്ല ഭക്ഷണമൊന്നും അവന് കിട്ടാറില്ല. അവന് വളരെ നമ്മൾ പറയുകയാണെങ്കിൽ രസം, മോര് ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രം വെച്ച് കഴിച്ചു വരുന്ന ഒരു കുട്ടിയാണ്. അവനിത് കാണുമ്പോൾ അവന് ഭയങ്കര താല്പര്യമാണ്. ഹമാര സൗദാത്ത ഖേൽഖണ്ഡിമയും ഖാനേക്ക് അദല ബദലിക്ക. അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിലൊരു സൗദാക്കർണ എന്ന് പറഞ്ഞാൽ കച്ചവടം, അതെ, കൊടുക്കൽ വാങ്ങലുകൾ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സൗദാക്കർണ ശരിക്കും കച്ചവടം എന്നാണ് അർത്ഥം. ഇവിടെ നമ്മൾ തമ്മിലൊരു ഒരു കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമായിരുന്നു. ഹമാര സൗദാത്ത ഖേൽഖണ്ഡിമയും, ഖേൽഖണ്ഡി നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, ഓർമ്മയുണ്ടാവും. അർത്ഥം അറിയാമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. കാരണം ഖേൽഖണ്ഡിയുടെ അർത്ഥം നമ്മൾ ആദ്യത്തെ പാഠത്തിൽ പഠിച്ചു. ഫസ്റ്റ് പാഠം നമ്മൾ ആദ്യം പഠിച്ച പാഠം ഏതാ, ഓർമ്മയുണ്ടോ? ആദ്യം പഠിച്ച പാഠം ഒരു കൊച്ച് കീടത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ അതിനകത്ത് രണ്ടുപേരെ നമ്മൾ പരിചയപ്പെട്ടു, ബേല ഓർ സാഹിൽ. ഈ ബേലയും സാഹിലും അവർ കളിക്കുന്നതിനെക്കുറിച്ചും അവർ സ്കൂളിലിരിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞു പോയതാണ്. നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിൽ ഈ ഖേൽഖണ്ഡി വന്നിട്ടുണ്ട്. ഖേൽഖണ്ഡി എന്ന് പറഞ്ഞാൽ എന്താ, ഓർമ്മയുണ്ടോ? ഡ്രിൽ പീരീഡ് എന്ന് പറയും. കളിക്കാനായിട്ട് ഒരു പ്രത്യേക സമയം കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്തിനാണ് ഖേൽഖണ്ഡി എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ഈ ഖേൽഖണ്ഡിക്ക് ശേഷമാണ് അവരുടെ ലഞ്ച് ബ്രേക്ക് വരുന്നത്, ഭക്ഷണം കഴിക്കാനുള്ള ബ്രേക്ക് വരുന്നത്. അപ്പോൾ ഹമാര സൗദാത്ത ഖേൽഖണ്ഡിമേ ഖാനേക്ക് അദല ബദലിക്ക. ഈ ലഞ്ച് ബ്രേക്കിന്റെ സമയം, ഖേൽഖണ്ഡി കഴിഞ്ഞിട്ട് ഈ ലഞ്ച് ഇടവേള വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഖാന അദല ബദലിക്ക. അദല ബദലി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? കൊടുക്കൽ വാങ്ങലുകൾ ചെയ്യുക. ആര് മെഹിർ കൊണ്ടുവരുന്ന ഭക്ഷണം ആർക്ക് കൊടുക്കും? മോർപാലിന് കൊടുക്കും. മോർപാൽ കൊണ്ടുവരുന്ന ഭക്ഷണം ആർക്ക് കൊടുക്കും? മെഹിറിനെ കൊടുക്കും. യാനി മേരെ ടിഫൻ കെ രാജമാ ചാവൽ ഉസ്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവരുന്ന മേരെ ടിഫൻ, ഞാൻ കൊണ്ടുവരുന്ന ഭക്ഷണ പദാർത്ഥത്തിലെ രാജമാ ചാവൽ. ചാവൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ചാവൽ എന്താ? ചാവൽ എന്ന് പറഞ്ഞാൽ ചോറ്, അരി. ഇപ്പൊ രാജമാ ചാവൽ, ഞാൻ കൊണ്ടുവരുന്ന ചോറും പയറ് കറിയും ആർക്ക് കൊടുക്കും? മെഹിറിന് കൊടുക്കും, മോർപാലിന് കൊടുക്കും. ഉസ്കെ അവർ ഉസ്കെ ഖർസെ ആയ ബഡാസ ചാജ് കാട്ടിപ്പ, അവൻ കൊണ്ടുവരുന്ന ആ ബഡാസ ചാജ് കാട്ടിപ്പ. ചാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോരാണ്, തൈര്. ആ മോര് ആ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പം മോര് കറിയും വെച്ച് കൊണ്ടുവരുന്ന ആ ഒരു ഭക്ഷണ പദാർത്ഥം അവൻ എനിക്കും തരും. അവർ ഖർസയായ ബഡാസ ചാജ് കാ ഡിബ്ബ മേര ഉസെ പദാഥാക്കി ചാജ് മേരി കംസോരി ഹെ. അത് അവനും നന്നായിട്ട് അറിയാം. ആർക്ക് നന്നായിട്ട് അറിയാം? മോർപാലിനും അറിയാം. ചാജ് മേര കംസോരി ഹെ, ഈ മോര് കറി എന്ന് പറയുന്നത് മേര കംസോരി ഹെ. കംസോരി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൗർബല്യം, എൻ്റെ ദൗർബല്യമാണ്. കാരണം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഭക്ഷണ പദാർത്ഥമാണ് ഏത്? ചാജ്. അതുകൊണ്ട് തന്നെ ഈ ചാജ് എനിക്ക് പ്രിയപ്പെട്ടുകൊണ്ട് അവൻ എല്ലാ ദിവസവും അത് കൊണ്ടുവരും. അവന് പ്രിയപ്പെട്ട പയറ് കറി ഞാനും എന്ത് ചെയ്യും? കൊണ്ടുവരും. ഉസെ പത്താത്താക്കി ചാജ് മേരി കംസോരി ഹെ. ലേക്കിൻ മുझे മോർപാൽ സെ മിൽനെ സെ പഹലെ. പക്ഷെ മറ്റൊരു കാര്യം ഇവിടെ എഴുത്തുകാരൻ പറയുകയാണ്. കാരണം മുझे മോർപാൽ സെ മിൽനെ സെ പഹലെ, ഈ മോർപാൽ എൻ്റെ സൗഹൃദത്തിലേക്ക് വരുന്നതിന് മുൻപ്, അതായത് മോർപാലിനെ ഞാൻ കാണുന്നതിന് മുമ്പ്, എൻ്റെ ഒരു സുഹൃത്താകുന്നതിന് മുമ്പ്, ഒരിക്കലും, കഥയി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും അന്താസ നഹീം താൻ, ഞാൻ ഊഹിച്ചിട്ടേയില്ല എന്ന്, ഞാൻ ചിന്തിച്ചിട്ടേയില്ല എന്ന്. അന്താസ് കർണ എന്ന് പറഞ്ഞാൽ ഊഹിക്കുക, ചിന്തിക്കുക എന്നൊക്കെ. അന്താസ നഹീം താക്കി മേരെ ലിയെ രാജമാ ജൈസി സാമാന്യ സി ചീസ് കിസി കെ ലിയെ ഇത്തനി ഖാസ് ഹോ സക്തി ഹെ. ഈ രാജമാ പോലെയുള്ള ഈ പയറ് കറി, ഞാൻ സ്ഥിരം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ പയറ് കറി പോലെ സാമാന്യ സി ചീസ് എന്നാ പറയുന്നത്. കാരണം അതൊരു സാധാരണ ചീസാണ്, സാധനമാണ്. കാരണം നമ്മുടെ വീട്ടിൽ അത് സ്ഥിരം ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കതിൽ വലിയ കാര്യമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഈ മോർപാലിനെ കാണുന്നതിന് മുമ്പ് വരെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല, ഞാൻ കൊണ്ടുവരുന്ന ഈ സാധാരണ ഒരു ഭക്ഷണ പദാർത്ഥം മറ്റൊരാൾക്ക് എന്താകുമെന്ന്, പ്രിയമുള്ളതായി തീരുമെന്ന്. കിസിക്കലി ഇത്തിനി ഖാസ് ഹോ സക്തി ഹെ, മറ്റൊരാൾക്ക് അത് വളരെ പ്രധാനപ്പെട്ടതാകുമെന്ന്. കാരണം ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവനിത് കണ്ടിട്ടില്ല എന്നുള്ള കാര്യം. മോർപാലിനെ मेरे टिफिन बॉक्स में रख के राजमा को खाने से पहले कभी राजमा देखा भी नहीं था. മോർപാലിന്റെ പ്രശ്നം എന്താണ്?
മോർപാൽ എൻ്റെ ടിഫൻ ബോക്സിൽ മേരെ ടിഫൻ ബോക്സിനെ രാജമാ ദേക്കിനേക്ക് പെഹലെ ഈ കറി കാണുന്നതിന് മുൻപ് ഇന്ന് വരെ കണ്ടിട്ടുമില്ല. കാരണം അവൻ്റെ വീട്ടിൽ ഈ ഒരു ഭക്ഷണ പദാർത്ഥം പാകം ചെയ്തിട്ടേ ഇല്ല. पहले कभी राजमा देखा भी नहीं था. वह हमारे स्कूल के 15 किलोमीटर दूर के किसी गांव से साइकिल चलाता रोज स्कूल आता था. ഈ മോർപാൽ हमारे स्कूल से किसी 15 किलोमीटर दूर से നമ്മുടെ സ്കൂളിൽ നിന്നും ഏകദേശം 15 കിലോമീറ്ററോളം ദൂരെ നിന്നാണ്. കാരണം ഇന്ന് നമുക്ക് വേറെ പ്രശ്നമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് അവിടെ അവിടെയായിട്ട് സ്കൂളുകളുണ്ട്, പിന്നെ നമ്മുടെ വീട്ടിൽ വണ്ടി വരും കൊണ്ടുപോകാനായിട്ട്. പക്ഷെ അന്നങ്ങനെയല്ല. അന്ന് കിലോമീറ്ററുകൾ പോയി വരുന്ന വിദ്യാർത്ഥികളുണ്ട്, ഇന്നും ഉണ്ട്. പക്ഷെ അത് ഇവിടെ അല്ലെന്ന് മാത്രം. നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ അത്യാവശ്യത്തിന് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ അന്നങ്ങനെയല്ല. അന്ന് കിലോമീറ്ററുകൾ താണ്ടിയാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ 15 കിലോമീറ്റർ ദൂരെ 15 കിലോമീറ്ററോളം അകലെ നിന്നാണ് അവൻ എങ്ങനെ വരുന്നത്, സൈക്കിൾ ചലാത്ത, സൈക്കിളിലായിരുന്നു സ്കൂളിൽ വന്നത്. റോസ് സ്കൂൾ ആത്താത്ത. റോസ് റോസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ, റോസ് ദിവസേനെ. റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസേനെ. ഇനി റോസ് ഗാർ എന്ന് പറയും. റോസ് ഗാർ കേട്ടിട്ടുണ്ടാവും തോന്നുന്നു, കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, 9 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. റോസ് ഗാർ എന്താ, റോസ് ഗാർ? റോസ് ഗാർ എന്ന് പറഞ്ഞാൽ ദിവസേനയുള്ള തൊഴിലിനെയാണ് റോസ് ഗാർ എന്ന് പറയുന്നത്. ദിവസവും ചെയ്യുന്ന തൊഴിൽ, അത് ഏതായിരുന്നാലും അതിനെല്ലാം പേര് പറയുന്നത് എന്താണ്, റോസ് ഗാർ. മുझे റോസ് ഗാർ നഹി ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തൊഴിലില്ല, എനിക്ക് ദിവസം തൊഴിലില്ല. അപ്പോൾ റോസ് ഗാർ എന്ന് പറഞ്ഞാൽ, റോസ് എന്ന് പറയുമ്പോൾ എന്താണ്, ദിവസേനെ. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ്, ദിവസവും അവൻ സൈക്കിളിലാണ് ഈ സ്കൂളിൽ വന്നുകൊണ്ടിരുന്നത്. അത് എത്ര കിലോമീറ്റർ, 15 കിലോമീറ്റർ ദൂരെ നിന്ന് സൈക്കിൾ ചവിട്ടിയാണ് വരുന്നത്. അപ്പോൾ അവിടെ എഴുത്തുകാരന് ഒരു സംശയം ഉണ്ടായിരുന്നത് ഇത് മാത്രമായിരുന്നു. നോക്കാം. മേ ആജിത്തക്ക് നഹീം ജാൻ പായാക്കി. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് വരെ മനസ്സിലാകാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു. മേ ആജിത്തക്ക് നഹീം ജാൻ പായ. ജാനിന എന്ന് പറഞ്ഞാൽ എന്താണ്, ജാനിന മനസ്സിലാക്കുക. എനിക്ക് ഇന്ന് വരെ മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ജാൻ പായ കീ. ആ കീയുടെ അർത്ഥം എന്താ, കീ ഇടത് സൈഡ് വള്ളി വന്നു, കീ. ആ കീയുടെ അർത്ഥം എന്താ, എന്തെന്നാൽ, കീ എന്ന് പറഞ്ഞാൽ. എന്നാൽ വലത് സൈഡ് വള്ളി വരികയാണെങ്കിലോ കീയുടെ അർത്ഥം മാറും. എന്താ കീയുടെ അർത്ഥം, ഇൻ്റെ ഉടെ ഉള്ള. 3 അർത്ഥങ്ങളുണ്ട്. അതായത് കാ കേ കി, 3നും ഒരേ അർത്ഥമാണ്, ഇൻ്റെ ഉടെ ഉള്ള. ഇതൊക്കെ നമ്മൾ ഗ്രാമർ പോർഷനിൽ വരുന്നതാണ്. അപ്പൊ കി എന്തെന്നാൽ, കൈസെ വഹ് ഉസ് ഛാജ് കെ ഡിബ്ബെ കോ റോസ് 15 കിലോമീറ്റർ ബിനാ സരാസി ഫി ഛൽക്കായലിയെ ആഥാ. അവനിത് എങ്ങനെയാണ് ഈ 15 കിലോമീറ്റർ സൈക്കിളിൽ ഈ മോര് കറി കളയാതെ കൊണ്ടുവരുന്നത്. അതെടുത്ത് പറയുന്നുണ്ട്. ബിനാ സെരാഫി ഛൽക്കായേ, ഒരല്പം പോലും തുളുമ്പാതെ, ഒരല്പം പോലും കളയാതെ ഈ 15 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി അവൻ ഇതെങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം എനിക്ക് ഇന്ന് വരെ ആദ്യത്തക്ക് മെയിൻ ജാൻ നഹീം പായാണ്, ഇന്ന് വരെ എനിക്കത് മനസ്സിലായിട്ടില്ല എന്നാണ്. ഇതെങ്ങനെ അവൻ ഇത് ഇത്ര കൃത്യമായിട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ വളരെ കുറച്ച് കാര്യങ്ങളാണ്. രണ്ട് പേരുടെ സൗഹൃദത്തെയാണ് പരാമർശിക്കുന്നത്. അതിൽ ഒരാൾ ദരിദ്രനും ഒരാൾ ഇത്തിരി അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ള ഒരാളും കൂടെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഭക്ഷണം കൊണ്ടുവരുന്ന ഭക്ഷണം പരസ്പരം എന്ത് ചെയ്യുമായിരുന്നു, കൈമാറുമായിരുന്നു. അപ്പോൾ ആ പാരഗ്രാഫ് മനസ്സിലായോ? എങ്കിൽ നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. നോക്കൂ. मैं स्कूल जाने में रोया करता, रोज नए बहाने बनाया करता, और जब तेज बारिश के दिनों में स्कूल के रास्ते में पानी भर जाने से छुट्टी हो जाया करती, तो मैं घर पर नाच करता. लेकिन मैं समझ नहीं पाता था कि मोरपाल और उसके जैसे मेरे कई और सहपाठी बिना नागा रोज स्कूल क्यों चले आते. उनका स्कूल को लेकर प्रेम इतना गहरा था कि रविवार की छुट्टी का दिन उनके लिए हफ्ते का सबसे बुरा दिन हुआ करता. मैं स्कूल की नीली काफी यूनिफॉर्म से हमेशा चिढ़ा करता और उसे पहनना हमेशा डाला करता था. वही मोरपाल मुझे जब भी दिखा हमेशा वही स्कूल की यूनिफॉर्म पहने ही देखा. एक बार तो मुझे याद है कि मोहल्ले की किसी शादी में भी उसे वही नीली खाकी स्कूली യൂണിഫോം पहने देख मैं हैरान रह गया था. നോക്കാം. मैं स्कूल जाने में रोया करता था. ചില കുട്ടികളുടെ ഒരു പ്രത്യേകതയാണ്, അവർക്ക് സ്കൂളിൽ പോകുന്ന ദിവസം ചിലപ്പോൾ തലവേദന വരും, ചിലപ്പോൾ കൈവേദന വരും, കാലുവേദന വരും. കാരണം എങ്ങനെ സ്കൂളിൽ പോകാതിരിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഉണ്ട്, നമ്മുടെ ഇടയിലും കാണും അങ്ങനെ. അപ്പോൾ ഈ ടെസ്റ്റ് പേപ്പർ നടത്തുന്ന സമയം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് അവർക്ക് അന്ന് രാവിലെ എണീക്കുമ്പോൾ മുതൽ കൈവേദന, കാലുവേദന, തലവേദന, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെന്ത് ചെയ്യും, കൈ ബഹാനെ കർക്കെ സ്കൂൾ में जाने के लिए मना करते.
പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തി അവർ സ്കൂളിൽ പോകാതിരിക്കാൻ നോക്കും. അതുപോലെ നമ്മുടെ ഈ കഥാപാത്രം, നമ്മുടെ എഴുത്തുകാരനും സ്കൂൾ ജാനേമയും രോയാ കർത്ത, സ്കൂളിലേക്ക് പോകുന്നതിനെ കുറിച്ച് എപ്പോഴും എന്ത് ചെയ്യും, കരഞ്ഞുകൊണ്ടിരിക്കും. സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോൾ കരച്ചിലായിരിക്കും. പിന്നെ നിർബന്ധിച്ചൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, രോയാ കർത്ത. അവിടെ രോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം കരയുക എന്നാണ്. പക്ഷെ അവിടെ ആ ക്രിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. രോയാ കർത്ത, ആ ക്രിയ ഒരു പ്രേരണാർത്ഥ ക്രിയയിലേക്ക് ഒന്ന് മാറിയാണ് കിടക്കുന്നത്. പക്ഷേ ഇത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് നിങ്ങളുടെ ടെക്സ്റ്റിൽ അണ്ടർലൈൻ ചെയ്ത് സൂക്ഷിക്കണം. കാരണം ഇത് ഗ്രാമർ പോർഷനാണ്, നമുക്കിത് പാഠഭാഗത്തിനകത്ത് നമുക്കിത് പഠിക്കേണ്ടി വരും. അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുക. അതൊരു പ്രത്യേക രീതിയിൽ ഒരു ക്രിയയെ നമ്മൾ സജ്ജീകരിക്കുന്നതാണ്. അത് പിന്നീട് ഗ്രാമർ പോർഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, തൽക്കാലം അണ്ടർലൈൻ ചെയ്ത് വെക്കുക. രോയാ കർത്ത. റോസ് നയേ ബഹാനെ ബനായ കർത്ത. അതുകൊണ്ട് തന്നെ ഞാൻ ദിവസേന, റോസ് ഞാൻ നേരത്തെ പറഞ്ഞു, റോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദിവസേന നയേ ബഹാനെ, പുതിയ കാരണങ്ങൾ കണ്ടെത്തും. നയേ ബഹാനെ ബനായ കർത്ത. ആ ബനായ കർത്തയും അണ്ടർലൈൻ ചെയ്യണം. കാരണം നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പദപ്രയോഗമാണ് അവിടെ വരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്, അതൊരു ക്രിയയിൽ നിന്ന് നമ്മൾ ആ ക്രിയയിലേക്ക് ഇതെങ്ങനെ മാറുന്നു നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ബനായ കർത്ത എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, അണ്ടർലൈൻ ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് റോസ് നയേ ബഹാനെ ബനായ കർത്ത. ദിവസേന ഞാൻ എന്ത് ചെയ്യും, പുതിയ കാരണങ്ങൾ കണ്ടെത്തുമായിരുന്നു. അവർ ജബ് റോസ് ബാരിഷ് കെ ദിനോമി. പിന്നെ മറ്റൊരു കാരണം വരും. അത് എനിക്ക് അല്ലാതെ തന്നെ, കാരണം ഞാൻ തന്നെ കാരണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ വരാറുള്ളത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ജബ് റോസ് ബാരിഷ് കെ ദിനോമി. ഈ മഴക്കാലം വരുന്ന സമയം ദിവസവും മഴയായിരിക്കും. ബാരിഷ് കെ ദിനോമി. ഈ ബാരിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ചതാണ്, ബീർബഹുട്ടിയിൽ നമ്മൾ പഠിച്ചതാണ് ബാരിഷ് എന്താണെന്ന്. ബാരിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, മഴ. ഈ മഴക്കാലം വരുന്ന സമയത്ത് ബാരിഷ് കെ ദിനോമി സ്കൂൾ കെ രാസ്തേമേയും പാനി ഫർ ജാനേസെ. സ്കൂളിലേക്ക് പോകുന്ന വഴി, രാസ്ത, ആ വഴിയിൽ വെള്ളം കയറും. പാനി ഫർനേസെ, വെള്ളം കയറുന്നത് കാരണം ചുട്ടി ഹോ ജായ കർത്തിത്തി. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കാറുണ്ട്, ചുട്ടി വരാറുണ്ട്, അവധി വരാറുണ്ട്. ചുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, അവധി. അവിടെ നോക്കൂ, ജായ കർത്തി. ഇതെല്ലാം ഒരു സെയിം കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ അത് നിത്യതാബോധക ക്രിയയിലേക്ക് മാറ്റുന്ന ഒരു കാറ്റഗറിയാണ്. അപ്പോൾ അത് നമ്മൾ എന്തായിരുന്നാലും ഈ പാഠത്തിനകത്തുനിന്ന് നമ്മൾ ഇതിൻ്റെ വർക്കിൽ നമ്മളത് പഠിച്ചിരിക്കണം. ഇതെങ്ങനെയാണ് ഈ ഒരു ക്രിയയിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ജായാകർത്തി, ആ ജായാകർത്തിയും എന്ത് ചെയ്യണം, അണ്ടർലൈൻ ചെയ്തിരിക്കണം. അപ്പോൾ എന്താ പറഞ്ഞത്, ജബ് റോസ് ബാരിഷ് കെ ദിനോമേയും സ്കൂൾ കെ രാസ്തേമേയും പാനി ഫർ ജാനേസെ. സ്കൂളിലേക്ക് പോകുന്ന വഴി വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുട്ടി ഹോ ജായാകർത്തി. സ്ഥിരമായിട്ട് എന്തുണ്ടാകാറുണ്ടായിരുന്നു, ചുട്ടി ഉണ്ടാകാറുണ്ടായിരുന്നു, അവധി ഉണ്ടാകുമായിരുന്നു. തോ മൈ ഘർ പർ നാച്ചാ കർത്ത. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, വീട്ടിൽ നാച്ചാ കർത്ത, നൃത്തം ചെയ്യാറുണ്ടായിരുന്നു. അപ്പം നാച്ചാ കർത്ത അതും നമ്മൾ ഈ പറഞ്ഞ സെയിം ക്രിയാരൂപം തന്നെയാണ്. അതിൻ്റെ അണ്ടർലൈൻ ചെയ്തിരിക്കണം. അപ്പോൾ ഈ പാഠത്തിനകത്ത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇത് കാണുന്നത് കൊണ്ടാണ് ഈ ക്രിയയെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ പഠിച്ചിരിക്കണം നിർബന്ധമായിട്ട്. മൈ ഘർ പർ നാച്ചാ കർത്ത ലേക്കിൻ മൈ സമച്ച് നഹീം പാത്താ താക്കി. പക്ഷെ എനിക്ക് ഒരു കാര്യം ഇതുവരെ മനസ്സിലായിട്ടില്ല. സമച്ചിന മനസ്സിലാക്കുക, നേരത്തെ നമ്മൾ ജാന്ന എന്ന് പറഞ്ഞു, അതും മനസ്സിലാക്കുക തന്നെയാണ്. മൈ സമച്ച് നഹീം പാത്താ താക്കി. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ടെന്ന്. എന്താണ്, മോർപാൽ അവർ ഉസ്കെ ജയ്സെ മേരെ കൈ സഹപാഠി. മോർപാൽ മാത്രമല്ല, അവനെപ്പോലുള്ള എൻ്റെ കുറേ സുഹൃത്തുക്കൾ, സഹപാഠികളുണ്ട്, എൻ്റെ കൂട്ടുകാരുണ്ട്. മോർപാലിനെ പോലെ താല്പര്യമുള്ളവർ. അതുകൊണ്ട് അത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. അവർ ഉസ്കെ ജയ്സെ മേരെ കൈ സഹപാഠി, അവനെപ്പോലുള്ള എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ. ബിനാനാഗ റോസ് സ്കൂൾ ക്യോം ചലയാത്തേ. അവര് ബിനാനാഗ, നാഗ എന്ന് പറഞ്ഞാൽ ഹാജർ ഹോന, ഹാജരാവുക, നാഗ. അവര് യാതൊരു വിധത്തിലും ഒരു ബിനാനാഗ എന്നാ പറഞ്ഞ, അതായത് ഹാജരില്ലാത്തൊരവസ്ഥ അവരുണ്ടാക്കുകയില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും സ്കൂളിൽ വരണം താല്പര്യമുള്ളവരാണ്. ബിനാനാഗ റോസ് സ്കൂൾ ക്യോം ചലയാത്തേ. എല്ലാ ദിവസവും എന്തിനാണ് അവന്മാർ സ്കൂളിൽ വരണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം അവരെല്ലാ ദിവസവും സ്കൂളിൽ വരാൻ താല്പര്യമുള്ളവരാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല, ഉണ്ടായിട്ടില്ല. ഉൻക സ്കൂൾ കോ ലേക്കർ പ്രേം ഇത്തന ഗഹരാഥ. മോർപാലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവന് സ്കൂളിനോട് വളരെ സ്നേഹമായിരുന്നു. ഉൻക സ്കൂൾ കോ ലേക്കർ പ്രേം ഇത്തന ഗഹരാഥ. വളരെ ആഴമുള്ള ഒരു ബന്ധമായിരുന്നു അവന് സ്കൂളുമായിട്ട്. കാരണം പഠിക്കണമെന്ന് ഭയങ്കര താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്, ഈ മോർപാൽ. ഇത്തന ഗഹരാഥാക്കി രവിവാർക്ക് ചുട്ടിക്കാദിൻ. ഞായറാഴ്ച നമുക്ക് സ്വാഭാവികമായിട്ട് അവധിയാണ്. രവിവാർക്ക് ചുട്ടിക്കാദിൻ, ഞായറാഴ്ച അവധി എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഞായറാഴ്ച പിന്നെ അവരുടെ പോകേണ്ട, വീട്ടിലിരുന്നാൽ മതി, പഠിക്കുകയും വേണ്ടൊന്നും ചെയ്യണം. പക്ഷേ ഈ ഞായറാഴ്ച ദിവസം പോലും ഉൻകെ ലിയെ ഹഫ്തേ കാ സബ്സെ ബുരാ ദിൻ ഹുവാ കർത്ത.
അവനെ സംബന്ധിച്ച്, ഈ മോർപാലിനെ സംബന്ധിച്ച് ആഴ്ചയിലെ ഏറ്റവും മോശം ദിവസം, സബ്സെ ബുരാ ദിൻ എന്നാണ് പറയുന്നത്, ഏറ്റവും മോശം ദിവസമാണ് അവൻ കണ്ടിരുന്നത്. അന്നുകൂടെ ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു. നമ്മുടെ ഇടയിൽ, നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന എത്ര കുട്ടികൾക്ക് ഇങ്ങനെ ചിന്തയുണ്ടാവും? നമ്മുടെ ഇടയിൽ ഒരു അവധിയെങ്കിലും വരണ്ടെന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല. കാരണം നമുക്ക് എങ്ങനെ ഒരാഴ്ച അവധി കിട്ടുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ പിന്നെ ദിവസവും അവധിയാണ്. हुआ करता मैं स्कूल की नीली खाकी യൂണിഫോം से हमेशा चिड़ा करता. ഞാൻ സ്കൂളിലെ നീലി ഖാക്കി യൂണിഫോം സെ ഹമേശ ചിടാ കർത്ത. ഞാൻ സ്കൂളിൽ എപ്പോഴും ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, ഈ കാക്കി യൂണിഫോം ഇടുന്നതിന് എന്നും വഴക്കായിരുന്നു. കാരണം കാക്കി യൂണിഫോം ഇടാൻ എനിക്ക് നീലയും കാക്കിയുമാണ്, ഈ രണ്ട് കളറും ചേർന്ന് യൂണിഫോം ഇടുന്നതിന് ഞാൻ എന്നും ബഹളം വെക്കാറുണ്ടായിരുന്നു. കാരണം എനിക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമായിരുന്നു. നമ്മളും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. യൂണിഫോം ഇടുന്നതിനോട് യാതൊരുവിധ താല്പര്യവും കാണിക്കാറില്ല. അവർ ഉസെ പെഹന്ന ഹമേശ ഡാല കർത്ത, അത് ധരിക്കുക, പെഹന്ന എന്ന് പറഞ്ഞാൽ ധരിക്കുക, അത് അണിയുക എന്ന് പറഞ്ഞാൽ ഞാൻ ഹമേശ ഡാല കർത്ത, ഡാലിന എന്ന് പറഞ്ഞാൽ ഞാൻ മാറ്റി വെക്കുക, ഡാല കർത്ത. അവിടെ എല്ലാം നോക്കുക, ഡാലാകർണ, ആ ഡാലാകർ അതെല്ലാം ഈ സെയിം ക്രിയാരൂപമാണ്. അതുകൊണ്ട് അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചിരുന്നു. വഹി മോർപാൽ മുജെ ജബ് ഭി ദേക്ക എന്ന ഈ മോർപാലിനെ ഞാൻ കാണുമ്പോഴോ പ്രത്യേകത എന്താണ്? ഹമേശ വഹി സ്കൂൾ കി യൂണിഫോം പെഹനെ ഹി ദേക്ക, എന്നും അവനെ ഞാൻ ഈ യൂണിഫോം ഇട്ടേ കണ്ടിട്ടുള്ളൂ. അവനെപ്പോഴും ഈ യൂണിഫോം. അതിനൊരു കാരണമുണ്ട്. കാരണം ദാരിദ്ര്യം പിടിച്ച ഒരു കുട്ടിയാണ്. അവൻ ആകെ ഒരു സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ സമയത്ത് എടുക്കുന്നത് ഈ ഒരു യൂണിഫോം ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവനൊരു വർഷം മുഴുവൻ ആ ഒരു ഉടുപ്പേ കാണും, ആ ഒരു നിക്കറേ കാണും. അതുകൊണ്ട് അവൻ അത് തന്നെ എല്ലാ ദിവസവും എന്ത് ചെയ്യും, ഇടും. അത് ദാരിദ്ര്യമാണ് നമുക്കവിടെ പറഞ്ഞു തരുന്നത്. മറ്റത് അങ്ങനെയല്ല. മറ്റത് ആവശ്യത്തിന് ഉള്ളത് കൊണ്ടാണ് ഇതിന് താല്പര്യമില്ലാത്തത്. അപ്പോൾ തമ്മിൽ രണ്ടുപേരുടെയും ആ ഒരു ഫാമിലി സിറ്റുവേഷൻ വളരെ വ്യത്യസ്തമാണ്. ഏക് ബാർ തോ മുझे യാദ് ഹെ, ഒരിക്കൽ എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യമുണ്ട്. മൊഹല്ലേക്ക് കിസി ഷാദിമേ, നമ്മുടെ പ്രദേശം, മൊഹല്ല എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രദേശം, ആ പ്രദേശത്തെ കിസി ഷാദിമേ, ഷാദി എന്താ, വിവാഹം, ഒരു വിവാഹം നടക്കുന്ന സമയത്ത് ഉസെ വഹി നീലി കാക്കി സ്കൂൾ കി യൂണിഫോം, അവൻ അതേ കാക്കി യൂണിഫോം ധരിച്ചുകൊണ്ട് പെഹനെ ദേക്കുമേ ഹൈരാൻ രഹാഗയ, ഞാൻ എന്ത് ചെയ്തു എന്ന്, ഞാൻ ഹൈരാൻ ഹോന ആശ്ചര്യപ്പെടുക, ഞാൻ അതിശയിച്ചു പോയി എന്ന് അവൻ ആ യൂണിഫോം ഇട്ട് വരുന്നത് കണ്ടു. അപ്പോൾ നമുക്ക് ആ പാരഗ്രാഫ് തീർന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ സംഭവം പറയുന്നത് എന്താണ്, സ്കൂളുമായി ബേസ് ചെയ്തിട്ടാണ്. ആ സ്കൂളിൽ അവൻ്റെ ഒരു രണ്ടുപേരുടെ വ്യക്തിത്വം. ഒരാൾക്ക് സ്കൂളിനോട് അമിതമായ താല്പര്യം, പഠിക്കണമെന്നുള്ള അമിതമായ താല്പര്യം, മറ്റൊരാൾക്കാണെങ്കിൽ പഠിക്കാൻ താല്പര്യമില്ലാത്ത രണ്ട് സൗഹൃദങ്ങൾക്കിടയിലുള്ള ആ ഒരു വ്യക്തിത്വം ആണ് നമുക്കിവിടെ പറഞ്ഞു തന്നത്. നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അവിടെ ഒരു ചോദ്യവും കൂടെയാണ്. അപ്പോൾ തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്ന് വൈകുന്നേരമുള്ള നമ്മുടെ സൂം മീറ്റിങ്ങിൽ നിങ്ങൾ പങ്കെടുക്കുക. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കത് ചോദിക്കാം. നമുക്കിന്ന് ഇവിടെ നിർത്താം. ഓക്കെ.